അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ഞാൻ ചോദിച്ചത് പ്രതിപക്ഷം എത്രത്തോളം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു? ഇപ്പോൾ ഒരു മലയോര യാത്രയൊക്കെ നടത്തുകയുണ്ടായി വന്യമൃഗശല്യത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ. പക്ഷെ അതൊക്കെ എത്രത്തോളം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു? എത്രത്തോളം ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്? പല പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട പല വിഷയങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പല വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രതികരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ഐക്യത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്കും പല ഘട്ടങ്ങളിലും കണ്ടിട്ടില്ല. അങ്ങനെ വിലയിരുത്താൻ കഴിയില്ലല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോരായ്മകളെയും ദുഷ്ചെയ്തികളെയും ജനവിരുദ്ധ നടപടികളെയും ഞങ്ങൾ UDF എന്നുള്ള നിലക്കും UDF പാർട്ടികളും വളരെ ശക്തമായി ജനകീയ പിന്തുണയോടുകൂടി തന്നെ എതിർത്തിട്ടുണ്ട്. നിയമസഭയുടെ കഴിഞ്ഞ സെഷനുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയും, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി നന്നായി പറയാൻ കഴിയുന്നൊരു വേദി നിയമസഭാ വേദിയാണ്. അവിടെയൊക്കെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ കൊണ്ട് ചിലത് തിരുത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിമർശനം ഉൾക്കൊള്ളാതെ പോയതിന് ഗവൺമെൻറ് ഇന്ന് കൃത്യമായി പ്രതിസന്ധിയിലുമായിട്ടുണ്ട്. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിലായാലും പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ പുറത്തു നിന്ന് എടുക്കുന്ന കടം, ഇത് ബഡ്ജറ്റിന് പുറത്ത് നിന്ന് എടുക്കുന്ന ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് നമ്മുടെ കടപരിധിയെ ബാധിക്കും എന്ന് ഞങ്ങൾ താക്കീത് ചെയ്താണ്. അതിനെയും ലംഘിച്ച് കിട്ടാവുന്ന കടമൊക്കെ വാങ്ങിക്കൂട്ടിയതാണ് ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ളൊരു കാരണം. പിന്നെ ഇവിടെ ഈ അരുൺ കുമാർ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും AKG സെൻറ്ററിൽ നിന്ന് എഴുതി കൊടുത്ത് അദ്ദേഹം ഇരുന്ന് വായിച്ചതാണ്. ഇവിടെ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 കേന്ദ്ര ഗവൺമെൻറ്റുമായ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ആ ആക്ട് കിടക്കുന്നത്. അത് ഹൈവേകൾക്ക് ബാധകമാണ്. ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ ഇപ്പം നടക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ഭൂമി ഏറ്റെടുക്കൽ അതിന്റെ മാനദണ്ഡത്തിൽ തന്നെയാണ്. അത് തീർത്തും വ്യത്യസ്തമാണ്. അല്ല പറയട്ടെ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്കത് പറയാം. അല്ല സ്മൃതി, ഇത് അദ്ദേഹത്തിന് മാത്രം ഇങ്ങനെ ഇടക്കിടക്ക് സമയം കൊടുത്താൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. യെസ്, കിട്ടുന്ന സമയത്ത് പറയാലോ. അപ്പോൾ പിന്നെ അതുപോലെ പറഞ്ഞു ട്രഷറി പൂട്ടിയിട്ടില്ലാന്ന്. ട്രഷറിയിൽ 1 ലക്ഷത്തിൽ കൂടുതലും 5 ലക്ഷത്തിൽ കൂടുതലുമായി നിബന്ധന വെക്കാത്ത സമയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജലജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെൻറ് നൽകിയൊരു പദ്ധതിയാണ്. മാച്ചിങ് ഗ്രാൻറ്റ് വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അവിടെ കരാറുകാർക്ക് 4500 കോടി രൂപ കൊടുക്കാനുണ്ട്. പൊളിച്ചിട്ട റോഡുകൾ, പദ്ധതി പൂർത്തിയാകാതെ കിടക്കുന്ന സ്ഥലങ്ങൾ എത്രയാണ്? ഇനി 22,000 കോടി കൊടുത്താലേ കേരളത്തിലെ ജലജീവൻ പദ്ധതി കുടിവെള്ള വിതരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇവിടുന്ന് ഞങ്ങൾ പോലും പറയാത്ത കുറേ കാര്യങ്ങൾ, ലിഫ്റ്റ് വെച്ചതും കുളിക്കടവും പിണറായിക്കെതിരെ പറയും. ഇതൊക്കെ അദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രിയുടെ ഇത്തരം ഈ രാജോചിതമായ നടപടികളോട് യോജിപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ കുറേ ദൂർത്തുണ്ട്. ഇപ്പോൾ ദിവസവും പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ എത്രയാണ് നിങ്ങൾ പരസ്യം കൊടുത്തത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്ക് മാത്രം പരസ്യം കൊടുത്തത് 500 കോടി രൂപയുടെ പരസ്യമാണ്. എന്തിനാ ഈ ഗവൺമെൻറ് ഇങ്ങനെ ആഘോഷമാക്കുന്നത്? ഇപ്പോൾ 4ാം വാർഷിക ആഘോഷം, നവകേരള യാത്ര, മാനവീയം, കേരളീയം, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പണമാണ് ഈ പൊടിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട ആശാ വർക്കർക്ക് 1000 രൂപ കൂട്ടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 100 ന്യായമാണ്. ഈ ആഘോഷങ്ങൾ അവസാനിപ്പിച്ചാൽ ഇതിനേക്കാൾ വലിയ തോതിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിജ്ഞാന കേരളം ഉണ്ടായി എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി എന്താ? ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സീറ്റുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. PG UG ഒന്നും പഠിക്കാൻ ആളില്ല. കുട്ടികൾ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകുക. എന്താ കാരണം? രാഷ്ട്രീയ വടംവലികളുടെ കേന്ദ്രബിന്ദുവായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാറി. നിങ്ങളിപ്പോൾ ഇവിടെ ഗവർണർമാരെ കുറേ സംഗതി പറഞ്ഞല്ലോ. ഗവർണർമാരുമായ ആവശ്യത്തിന് നിങ്ങൾ ബായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ഇപ്പുറത്ത് ഗവർണർ വന്നിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വരുമെന്ന് ഞാൻ ചോദിച്ചു. മുഖ്യമന്ത്രി അസംബ്ലി പറയാം, അപ്പം ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ട് എന്ത് സംസാരിച്ചു എന്ന് പുറത്തു പറഞ്ഞില്ല. കേരളത്തിൻ്റെ വികസനം ഏതായാലും സംസാരിച്ചിട്ടില്ല. പിന്നെ ഗവർണർമാർക്ക് വേണ്ടി വേറൊരു വിരുന്ന് വെച്ചു, 3 ഗവർണർമാർക്ക് വേണ്ടി. എന്തിനാ ഈ ഗവർണർമാരോട് ഇത്ര വിയോജിപ്പുണ്ടെങ്കിൽ കേരള ഗവർണർ, കേരളത്തിൽ നിന്നുള്ള മറ്റ് 2 ഗവർണർമാർ, ബംഗാൾ, ഗോവ ഗവർണർമാർക്ക് വിരുന്ന് വെച്ചു. അവർ SFIO പ്രശ്നമുള്ള സമയമായതുകൊണ്ട് അവരതിന് പോയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയമായ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറയുകയാണ് തീരദേശ ഹൈവേ നടന്നു, മലയോര ഹൈവേ നടന്നു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. തീരദേശ ഹൈവേ, മലയോര ഹൈവേ 1ാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിൽ അങ്ങിങ്ങ് ചില റോഡുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഹൈവേ. അങ്ങിങ്ങ്
ഒരു 20% താഴെയാണ് ഇത്രയും വർഷമായിട്ട് പണി പൂർത്തിയാക്കിയത്. പിന്നെ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം എണ്ണം പെരുപ്പിച്ച് പറഞ്ഞു. UDFൻ്റെ കാലത്ത് 2ഉം 3ഉം പെൻഷൻ വാങ്ങിയിരുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ഭവന പദ്ധതി ആകെ നിങ്ങൾ താറുമാറാക്കി. പോലീസ് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി എന്നുള്ളത് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതല്ലേ. അതുപോലെ തന്നെ പല സൂചികകളും പറഞ്ഞു. കേസ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം, പെറ്റി കേസ് മുഴുവൻ എഴുതിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വലിയൊരു നേട്ടമായി പറയുന്ന സൂചികയാണ് നിങ്ങൾ പറയുന്ന സൂചിക. എന്നാൽ ഇവിടെ ഹെൽത്ത് ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞു, 15ാം സ്ഥാനത്താണ്. സാമ്പത്തികമായി കേരളം തകർന്നു കിടക്കുകയാണ്, കടക്കണിയിലാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്, മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിനുള്ളത് എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഗെയിൽ വാതകം ഞങ്ങൾ നടപ്പാക്കി. ആരേനും എതിർപ്പ്? ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആർക്കായിരുന്നു എതിർപ്പ്? അന്ന് നിങ്ങൾ പറഞ്ഞ ഈ വ്യവസായ മന്ത്രി രാജീവ് എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ പെട്രോൾ ബോംബ്, ഇതൊരു പെട്രോൾ ബോംബാണ്, നാട്ടിലാകെ പൊട്ടിത്തെറിക്കുന്നു. അതിൻ്റെ സമരത്തിൻ്റെ മുമ്പിൽ നിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ എതിർത്തു, നിങ്ങൾ നടപ്പാക്കി. അന്നതുപോലെ ഈ ഹൈവേൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു തർക്കം? 45 മീറ്റർ വേണോ 60 മീറ്റർ വേണമെന്നാണ്. 45 മീറ്റർ മതി എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കൂടെ അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഉണ്ടായിരുന്നു. കേന്ദ്രം പറഞ്ഞു 60 വേണമെന്നുള്ള രൂപമുണ്ടായി. അതിൻ്റെ തർക്കത്തിലാണ് കുറച്ചു കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായ വലിയൊരു മാറ്റമായി ഇതിനെ ചിത്രീകരിക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി പറയാം, ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കോട്ടകൾ തകർന്ന് തരിപ്പണമായത്, നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ UDF ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയത് ഒക്കെ ഈ ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ്, പ്രതികരണമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതുണ്ടാകും. ഇവിടെ ഈ ഗവൺമെൻറ് ഇതോടുകൂടി അവസാനിക്കും. 3ാം പിണറായി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു ആത്മവിശ്വാസത്തിന് വെറുതെ പറഞ്ഞു നടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇനി ഈ ഗവൺമെന്റിനെ വെച്ച് പൊറുപ്പിക്കില്ല. അഴിമതിയുടെ കാര്യം വേറെ പരിശോധിക്കാനിരിക്കുകയാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.